ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സാർ. എല്ലാവർക്കും സ്വാഗതം. യെസ്, നമുക്കാണെങ്കിൽ നമ്മുടെ പ്ലസ് ടുവിന്റെ മാരത്തോൺ കഴിഞ്ഞു. ദെൻ ഈ സൂപ്പർ സിക്സ്റ്റി നടക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് മക്കളെ, നമുക്കാണെങ്കിൽ അതിന് മുന്നോടിയായിട്ട് നമുക്കൊരു പരീക്ഷയ്ക്ക് സെക്കൻഡ് ടൈം എക്സാമിന് അതിന്റെ ഫൈനൽ എക്സാമിന് മുന്നോടിയായിട്ടുള്ള ഒരു പബ്ലിക് എക്സാം കൂടിയാണിത്. മോഡൽ എക്സാമിന് മുന്നായിട്ടുള്ള എക്സാം കൂടിയാണിത്. സെക്കൻഡ് ടൈം എക്സാം അത്രയും സീരിയസ് ആയിട്ട് കാണുകയാണ്. അപ്പോൾ ആ ഒരു എക്സാമിൽ നിങ്ങൾക്ക് ഒരു 55-നും 60-നും ഇടയ്ക്ക് മാർക്ക് നേടിത്തരുന്ന ക്വസ്റ്റ്യൻസുകളാണ് സാറ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസുകൾ എന്താണ് മക്കളെ ചോദിക്കാം ചാൻസ് ഉണ്ട് കേട്ടോ. യെസ്, അത് നോക്കുക. നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻസിലോട്ട് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറയാണ്, വിച്ച് ഓഫ് സി പ്ലസ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻവാലിഡ്? പി ഈസ് ആൻ ഇൻഡിജർ പോയിന്റർ വേരിയബിൾ. പി ഒരു ഇൻഡിജർ പോയിന്റർ വേരിയബിൾ ആണ് എങ്കിൽ ഇതിനകത്ത് ഇൻവാലിഡ് മക്കളെ ഏതായിരിക്കടാ? പി ഈസ് ഇക്വൽ ടു 100 അല്ലേ? യെസ്. നെക്സ്റ്റ് നോക്കാം, ചൂസ് ഓഡ് വൺ നോട്ട്. ഒറ്റയാനാരാ മക്കളെ? പേള്, JSP, ജാവാസ്ക്രിപ്റ്റ്, HTML. അപ്പൊ എന്താ മക്കളെ, ഇത് മൂന്നും എന്താ മക്കളെ? സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ്. HTML വെബ് ഡെവലപ്മെന്റ് ലാംഗ്വേജ് ആണ് അല്ലേ? അപ്പം ഓർത്തിരിക്കുക. നെക്സ്റ്റ് നോക്കാം, ഇൻ HTML ടാഗ് ഈസ് യൂസ്ഡ് ടു പ്രൊവൈഡ് ഡ്രോപ്പ് ഡൗൺ ബോക്സ്. ഏത് ടാഗ് ഉപയോഗിച്ചിട്ടാണ് ഡ്രോപ്പ് ഡൗൺ ബോക്സ് ക്രിയേറ്റ് ചെയ്തത്? HTML എന്നൊക്കെ നല്ല ഇത് നോക്കി കേട്ടോ. എന്താണ് ഒറ്റ മാർക്ക് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. ഇപ്പൊ സെലക്ട് ടാഗാണ് ഡ്രോപ്പ് ഡൗൺ ബോക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ജാവാസ്ക്രിപ്റ്റ് ഇവന്റ് വെൻ യൂസർ ക്ലിക്ക് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഇവന്റ് നമ്മൾ ഓൺ ക്ലിക്ക് ഇവന്റ് അല്ലേ? നെക്സ്റ്റ് നോക്കാം, നമ്പർ ഓഫ് റോസ് ഓർ ടുപ്പിൾസ് ഇൻ എ റിലേഷൻ. റോസ് ഓർ ടുപ്പിൾസ് അഥവാ റെക്കോർഡ്സിന്റെ റിലേഷൻ എന്ത് വിളിക്കാം? അവിടെ കാർഡിനാലിറ്റി എന്ന് വിളിക്കാൻ പറ്റും. ദ SQL കമാൻഡ് ഈസ് യൂസ്ഡ് ടു റിമൂവ് ദ ടേബിൾ ഫ്രം എ ഡേറ്റാബേസ്. നമുക്ക് ഡ്രോപ്പ് കമാൻഡ് ആണ് ടേബിളിനെ എൻ്റയർ ടേബിളിനെ ഡേറ്റാബേസ് റിമൂവ് ചെയ്യുന്നത്. ഇത് ഏത് കമാൻഡാണ്? ക്രിയേറ്റ്, ഓൾട്ടർ, ഡ്രോപ്പ് എല്ലാം DDL കമാൻഡ്സുകളാണ്. മറക്കല്ലേ, DDL കമാൻഡ്സുകൾ കേട്ടോ. നെക്സ്റ്റ് എടുത്ത് നോക്കാം, ഐഡന്റിഫൈ എറേഴ്സ് ഇൻ ദ ഫോളോയിങ് സ്ട്രക്ചർ ഡെഫിനിഷൻ സ്റ്റേറ്റ്മെന്റ്. C++ ആര് ഗിവ് ദ റീസൺ കേട്ടോ. നമ്മൾ ഈ സ്ട്രക്ചർ ടോപ്പിക്കിൽ നിന്നാണെങ്കിൽ നമുക്ക് ഇതേപോലുള്ള ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസുകളെ വരുന്നത് കേട്ടോ. അപ്പൊ ഇതിനകത്ത് എറേഴ്സുകൾ ഡിറ്റക്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. എറേഴ്സുകൾ മക്കളെ ഒക്കെ ഇടാം. M=1 പറ്റത്തില്ല, ഇനിഷ്യലൈസേഷൻ പറ്റത്തില്ല, അലോഡ് അല്ല. നമുക്ക് ഇനിഷ്യലൈസേഷൻ കൊടുക്കണമെങ്കിൽ നമ്മൾ എങ്ങനെ കൊടുക്കണം? ഇങ്ങനെ കൊടുക്കണം അല്ലേ? യെസ്, ഇങ്ങനെ കൊടുക്കണം. നെക്സ്റ്റ് നോക്കാം, റൈറ്റ് ഇൻ അൽഗോരിതം ടു ഇൻസർഷൻ ഓപ്പറേഷൻ ക്യൂ ഇൻ എ ഡേറ്റ സ്ട്രക്ചർ. DS-നകത്തുള്ള ക്യൂവിന്റെ അൽഗോരിതം ഒന്ന് പഠിച്ചേക്കുക. അതുകൊണ്ട് ഈ അൽഗോരിതം നിങ്ങൾ എഴുതി തന്നെ പഠിച്ചു വെച്ചേക്കുക. വളരെ ഇമ്പോർട്ടൻ്റ്. ചോദിക്കട്ടെ, അൽഗോരിതം സ്ഥാനത്ത് പറഞ്ഞ് ചോദിക്കും. റൈറ്റ് ഷോർട്ട് നോട്ട് അബൌട്ട് ലിങ്ക്ഡ് ലിസ്റ്റിനെ കുറിച്ചുള്ള ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. വിത്ത് ഫിഗർ വരയ്ക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതുകൊണ്ട് ഈ ഒരു ഇംപ്ലിമെന്റേഷനൊക്കെ പറഞ്ഞു കൊടുക്കുക. നെക്സ്റ്റ്, ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇന്റേണൽ ലിങ്കിങ് ആൻഡ് എക്സ്റ്റേണൽ ലിങ്കിങ്. ഇന്റേണൽ ലിങ്കിങ്, എക്സ്റ്റേണൽ ലിങ്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. നെക്സ്റ്റ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അബൌട്ട് ദ ടാഗ്സ് യൂസ്ഡ് ഇൻ ഡെഫിനിഷൻ ലിസ്റ്റ്. ഏതൊക്കെ? DL ടാഗ്, DT ടാഗ്, DD ടാഗ്. DL ടാഗ് പൊതുവായിട്ട് ഉപയോഗിക്കുന്നതാണ്, ലിസ്റ്റ് കണ്ടെയ്നർ ഉപയോഗിക്കുന്നതാണ്. നെക്സ്റ്റ്, DT ടാഗ് ടൈം അല്ലെങ്കിൽ ടൈറ്റിൽ കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ്. നെക്സ്റ്റ്, DD ടാഗ് എന്ന് പറയുന്നത് ഡെഫിനിഷൻ കണ്ടന്റ് എന്താണ്, ഡെഫിനിഷൻ ഡിസ്ക്രിപ്ഷൻ എന്താണോ അതിന് കൊടുക്കുന്നു. നെക്സ്റ്റ്, വാട്ട് ആർ ദ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് യൂസ്ഡ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. ഏതൊക്കെ നമ്മൾ പ്ലസ് ആഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, മൈനസ് സബ്സ്ട്രാക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത്, സ്റ്റാർ മൾട്ടിപ്ലിക്കേഷൻ, സ്ലാഷ് ഡിവിഷൻ, മോഡുലസ്, ദെൻ ഇൻക്രിമെന്റ്, ഡിക്രിമെന്റ്. ഇറ്റ്സ് റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ദ ഫോളോയിങ് ജാവാസ്ക്രിപ്റ്റ് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. ഈസ്റ്റ് ക്യാരറ്റ്, ഈസ്റ്റ് നോട്ട് എ നമ്പർ എന്ന് വിളിക്കും. ക്യാരറ്റ് പർട്ടിക്കുലർ ക്യാരറ്റിന്റെ പൊസിഷൻ ഐഡന്റിഫൈ ചെയ്യുന്നു അല്ലെ, പർട്ടിക്കുലർ പൊസിഷൻ കൊടുത്തിട്ട് ക്യാരക്ടർ കണ്ടുപിടിക്കുന്നു. നെക്സ്റ്റ്, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ഫോളോയിങ് ജാവാസ്ക്രിപ്റ്റ് സ്റ്റേറ്റ്മെന്റ്സ്. എക്സ് ട്രൂ, ഡബിൾ കോഡ്സ് അല്ല, എക്സ് ഡബിൾ കോഡ്സ് ട്രൂ ഇല്ലേ? അപ്പൊ ഇത് നമ്മൾ ഇത് ബൂളിയൻ വേരിയബിളും ഡബിൾ കോഡ്സിൽ എന്താ ഡബിൾ കോഡ്സിൽ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് എന്ത് വന്നാലും എന്താ നമുക്ക് അത് സ്ട്രിങ് ആയിരിക്കും അല്ലെ? ഓർത്തിരിക്കുക. ലിസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് കണ്ടന്റ് മാനേജ് സിസ്റ്റം. CMSന്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് മക്കളെ? ഇവിടെ പറയുന്നത് നമ്മളെ CMS നമ്മളെ ഈസി എന്താണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് സെൻട്രലൈസ്ഡ് മാനേജ്മെന്റ് ആണ്. എന്താണ് മക്കളെ? ഇതെന്താണ് ഒരിക്കലും എന്താണ് ഈ പറഞ്ഞ ഇതിന്റെ തീംസ് ടെംപ്ലേറ്റ്സുകളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഡെവലപ്മെന്റ് ടൈമിൽ എന്താണ് അത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് നമുക്ക് ഈ നമ്മുടെ കണ്ടന്റ് ഷെഡ്യൂളിങ്, വെർഷൻ കൺട്രോളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഓർത്തിരിക്കുക. അപ്പൊ എന്താണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് CMS. നമുക്ക് ഒരു പ്രോഗ്രാമിംഗ് നോളജ് ഒന്നും ഇല്ലെങ്കിൽ, പ്രോഗ്രാമിംഗ് കോഡ് ഒന്നും അറിയത്തില്ലെങ്കിൽ നമുക്ക് എന്താ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന നമ്മളെ CMS കേട്ടോ. നെക്സ്റ്റ് നോക്കാം, ഡിഫറൻഷിയേറ്റ് പ്രൈമറി കീ ആൻഡ് ഫോറിൻ കീ അതിന്റെ ഡിഫറൻസ് പഠിച്ചു വെച്ചെങ്കിൽ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. നെക്സ്റ്റ്, യൂസ് ഓഫ് SQL കമ്പോണൻസ്, DDL CDC കേട്ടോ. DDL കമ്പോണൻസും DCL കമ്പോണൻസും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. DDL കമ്പോണൻസുകളൊക്കെ നമ്മളെ ക്രിയേറ്റ്, ഓൾട്ടർ, ഡ്രോപ്പ് ആണ് DDL കമ്പോണൻസ്. DCL കമ്പോണൻസ് നമ്മളെ ഗ്രാൻഡും റിവോക്കും ആണ്. മറക്കല്ലേ, ഗ്രാൻഡും റിവോക്കും ആണ് DCL കമാൻഡ്സുകൾ. നെക്സ്റ്റ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ 2 അഗ്രിഗേറ്റീവ് ഫംഗ്ഷൻസ്. നമ്മളെ ഏതൊക്കെ? സമ്മ്, AVG, കൗണ്ട്, മാക്സ്, മിൻ. മറക്കല്ലേ. നെക്സ്റ്റ്, C++ പ്രോഗ്രാം എന്താണ്?
നമ്മുടെ ഈ പറഞ്ഞ എന്താണ് മക്കളെ ഡൈനാമിക് ഇൻഡിജർ ക്രിയേഷൻസ്, അസൈൻമെന്റ്, ഡിലീഷൻ മാർക്ക്. ഓക്കെ, ഇവിടെ വെക്കാം. നമുക്ക് എന്താണ് ഒരു ഇൻഡിജർ വേരിയബിൾ ഡൈനാമിക്കലി ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. എന്താ നമ്മളെ പി ന്യൂ ഇൻഡ് എന്ന് കൊടുക്കുക. അപ്പോൾ പി എന്താ നമ്മളെ ഇൻഡിജർ വേരിയബിൾ ആയ ഇൻഡിജർ പോയിന്റർ വേരിയബിൾ ആണ് കേട്ടോ. നെക്സ്റ്റ് അസൈൻ ദ വാല്യൂ ഓഫ് 92 ഇറ്റ് കേട്ടോ. ഇതിനകത്ത് 99 ആഡ് ചെയ്യുക. ഫസ്റ്റ് RP = 99. നെക്സ്റ്റ് ഡിലീറ്റ് ദ ക്രിയേറ്റ് ദ ഇൻഡിജർ വേരിയബിൾ കേട്ടോ. നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത മെമ്മറി അലോക്കേറ്റ് ചെയ്ത ആ മെമ്മറിയെ ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഡിലീറ്റ് പി എന്ന് കൊടുത്തത് അല്ലേ. വാട്ട് ഈസ് പോളിമോർഫിസം? വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിമോർഫിസം? പോളിമോർഫിസം എന്ന് പറയുന്നത് നമ്മളൊരു ഒബ്ജക്റ്റിന് ഡിഫറെന്റ് ഇൻസ്റ്റൻസ് ഡിഫറെന്റ് ബിഹേവിയർ ഫേസ് ചെയ്യുന്നു. അതാണ് മക്കളെ എന്ത് ഈ പറഞ്ഞ പോളിമോർഫിസം. 2 ടൈപ്സ് പോളിമോർഫിസം ഉണ്ട്. കമ്പൈൽ ടൈം പോളിമോർഫിസം ഉണ്ട്, റൺ ടൈം ഉണ്ട് അല്ലേ. കമ്പൈൽ ടൈമിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ആണ് ഫംഗ്ഷൻ ഓവർലോഡിങ്ങും ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും. മറക്കല്ലേ, ഫംഗ്ഷൻ ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഫംഗ്ഷൻസിന് സെയിം നെയിം ഉണ്ട്, ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ആയിരിക്കും. ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എക്സിസ്റ്റിംഗ് ഓപ്പറേറ്റർ നമ്മൾ പുതിയ മീനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഐഡന്റിഫൈ ഫോം കൺട്രോൾസ് ആൻഡ് റൈറ്റ് HTML ടാഗ് അല്ലേ. ഇപ്പോൾ ഇവിടെ ഇൻപുട്ട് ദ നെയിം ഓഫ് ടെക്സ്റ്റ്, നെയിം ഓഫ് ദി സ്റ്റുഡൻറ്റ്, നെയിം ഓഫ് ദി സ്റ്റുഡൻസ് കൊടുക്കാൻ ടെക്സ്റ്റ് ബോക്സ് അല്ലേടാ. ടെക്സ്റ്റ് ബോക്സ് ആകുമ്പോൾ എന്ത് വരികട, ഇൻപുട്ട് ടൈപ്പ് ഇസിക്കൽ ടെക്സ്റ്റ്, നെയിം ഇസിക്കൽ സ്റ്റുഡൻറ്റ് നെയിം, ഇഷ്ടമുള്ള നെയിം എന്ത് ഇഷ്ടം കൊടുക്കാം. നെക്സ്റ്റ് ടു സെലക്ട് മെയിൽ ഓർ ഫീമെയിൽ. അപ്പം ഒരു മൾട്ടിപ്പിൾ ചോയ്സിൽ നിന്ന് ഒരു ചോയ്സ് മാത്രം സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ ഇത് റേഡിയോ ബട്ടൺ അല്ലേ. അപ്പോൾ റേഡിയോ ബട്ടൺ നെയിം രണ്ടും സെയിം കൊടുക്കും, നെയിം രണ്ടും സെയിം കൊടുക്കും കേട്ടോ. Write a short note on HTML tags and use to divide a browser window into different sections. Divide a web page into different sections. ഏതാ മക്കളെ? ബ്രൗസർ വിൻഡോ ഇൻറ്റു ഡിഫറെൻറ്റ് സെക്ഷൻ. ഏതാ? div tag അല്ല. ഏതാ മക്കളെ? ഫ്രെയിം എന്നാണ്. ഫ്രെയിം സെറ്റ് ടാഗ് അല്ലേ. ഫ്രെയിം സെറ്റ് ടാഗാണ്. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾസ് ദ സ്ട്രിംഗ് അഡീഷൻ ഓപ്പറേറ്റ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. മക്കളാണ് പ്ലസ് ഓപ്പറേറ്റർ ആണ് സ്ട്രിങ്ങിനെ കമ്പൈൻ ചെയ്യിക്കാൻ ഉപയോഗിക്കുന്നത് അല്ലേ. ഫോർ എക്സാമ്പിൾ ടോട്ടൽ 50. ഇപ്പോൾ ഈ 50 എന്ന് പറയുമ്പോൾ ഡബിൾ കോട്ട്സ് കൊടുത്തേ പോലെ സാറേ സ്ട്രിങ് അല്ലല്ലോ, ഇൻറ്റീജർ വാല്യൂ അല്ലേ. ഇല്ല, അത് ഓട്ടോമാറ്റിക്കലി എങ്ങോട്ട് കൺവേർട്ട് ആവും? സ്ട്രിങ്ങിലോട്ട് കൺവേർട്ട് ആവും കേട്ടോ. മറന്നുപോയല്ലേ. അപ്പോൾ എന്താണ് ടോട്ടൽ 50 ആൻസർ വരും കേട്ടോ. ആ ജാവാസ്ക്രിപ്റ്റിലെ ഒരു ഫീച്ചർ ആട്ടത്. നെക്സ്റ്റ് റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് 2 കൺട്രോൾ സ്ട്രക്ചേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ്. 2 കൺട്രോൾ സ്ട്രക്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുക. നമ്മുടെ ഈ C++ന്റെ സെയിം ഐറ്റം തന്നെയാണ്, മാറ്റമൊന്നുമില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇഫ് എൽസ് ഫോർ അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ്, ഗീവ് ബ്രീഫ് എക്സ്പ്ലനേഷൻ. ഷെയർഡ് ഹോസ്റ്റിംഗ്, ഡെഡിക്കേറ്റ് ഹോസ്റ്റിംഗ്, VPS, ഡെഡിക്കേറ്റ് ഹോസ്റ്റിംഗ് 3 വന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചു വെച്ചേക്കുക. വിത്ത് സൂട്ടബിൾ എക്സാമ്പിൾ. VPSനൊക്കെ എക്സാമ്പിൾ പറയുന്നുണ്ട്, അതൊക്കെ പഠിച്ചു വെച്ചേക്കാം കേട്ടോ. ചോദിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ഡിസ്ക്രൈബ് FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ വിത്ത് ആൻ എക്സാമ്പിൾ. FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ എന്താണ്, ഇതിൻ്റെ എക്സാമ്പിൾസ് നമ്മളെ ക്യൂട്ട് FTP ഫയൽസ് ഇല്ല, സ്മാർട്ട് FTP ഒക്കെ എക്സാമ്പിൾസ് കേട്ടോ. നെക്സ്റ്റ് ദ കമ്പോണൻസ് ഓഫ് DBMSന്റെ കമ്പോണൻസുകളൊക്കെ മക്കളെ. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡേറ്റ യൂസേഴ്സ്, പ്രൊസീജിയർ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊരു ഒന്ന് ബ്രീഫായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക, പ്ലസ് ലിസ്റ്റ് ചെയ്ത് പഠിച്ചു വെച്ചേക്കുക. ഇറ്റ്സ് റൈറ്റ് SQL query ഫോർ ദി ഫോളോയിങ്. ക്രിയേറ്റ് ദ സ്റ്റുഡൻറ്റ് ടേബിൾ, കോളം, റോൾ നമ്പർ, നെയിം, ജെൻഡർ, ക്ലാസ്, ടോട്ടൽ മാർക്സ്. അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്ത് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് ടേബിളിൻ്റെ സിൻടാക്സ് പ്രകാരം കേട്ടോ. നെക്സ്റ്റ് ലിസ്റ്റ് ദ വാല്യൂസ് ഓഫ് എബൌട്ട് ടേബിൾ. എല്ലാ വാല്യൂസ് സെലക്ട് ചെയ്യുക. അപ്പോൾ തന്നെ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് അല്ലേ. നെക്സ്റ്റ് റൈറ്റ് ഷോർട്ട് ഔട്ട് എബൌട്ട് ഡേറ്റ ടൈപ്സ് ഓഫ് PHPയുടെ ഡേറ്റ ടൈപ്സ് മക്കളെ. അത് ചോദിക്കുന്നത് ഇമ്പോർട്ടൻറ്റ്, കാരണം അതിൻ്റെ ഡേറ്റ ടൈപ്സ് വരെ ക്വസ്റ്റ്യൻസ് വരാറില്ല കേട്ടോ. അപ്പോൾ ഇൻഡിജർ, ഫ്ലോട്ട്, സ്ട്രിങ്, ബൂളിയൻ, അറേ, ഒബ്ജക്റ്റ്, നൾ, റിസോഴ്സ് കേട്ടോ. നെക്സ്റ്റ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഇനി 3 ആട്രിബ്യൂട്ട്സ് ഓഫ് ബോഡി ടാഗ്. മക്കളെ എന്താണ്? BG കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാൻ ഉപയോഗിക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കാൻ ഉപയോഗിക്കുന്നു. ടെക്സ്റ്റ് കളർ കൊടുക്കാൻ ഉപയോഗിക്കുന്നു. പിന്നെന്താ മക്കളെ? പിന്നെ ആണെങ്കിൽ ലിങ്ക്, A ലിങ്ക്, V ലിങ്ക്, ലെഫ്റ്റ് മാർജിൻ, ടോപ്പ് മാർജിൻ. മറക്കല്ലേ. റൈറ്റ് HTML കോഡ് ടു ഡിസ്പ്ലേ H2 SO4. സബ് ടാഗ് യൂസ് ചെയ്തു, SO സബ് ടാഗ് യൂസ് ചെയ്ത് 4. റൈറ്റ് HTML കോഡ് ഫ്രാഗ്മെന്റ് ഡിസ്പ്ലേ ദ ഇമേജ് ഓഫ് എ school.jpg. നമ്മൾ school.jpg അഥവാ ഇമേജ് ഇൻസെർട്ട് ചെയ്യാൻ വേണ്ടി ടാഗ് ആണ് നമ്മൾ IMG ടാഗാണ് അല്ലേ. അപ്പോൾ IMG SRC സിക്വൽ ആ ഇമേജിൻ്റെ പേര് അവിടെ കൊടുത്തു. ദെൻ ഓൾട്ടർനേറ്റ് ടെക്സ്റ്റ് വേണമെങ്കിൽ കൊടുക്കാം, പറഞ്ഞപ്പോൾ ഒന്നുമില്ല. ഇമേജ് നെയിംഡ്. ഓക്കെ, യെസ്. നോക്കാം. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ അബൌട്ട് ദ ടാഗ്സ് യൂസ് ടു ക്രിയേറ്റ് ടേബിൾ ഇൻ എ വെബ് പേജ്. ഇതൊക്കെ ടാഗ്സുകൾ യൂസ് ചെയ്യാം മക്കളെ. ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ ടേബിൾ ടാഗ് യൂസ് ചെയ്യുന്നുണ്ട്. TR ടാഗ് റോ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. TH ടാഗ് ഹെഡിങ് ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. TD ടാഗ് ഡേറ്റ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു അല്ലേ.
ലിസ്റ്റ് ഡിഫറൻഷിയേറ്റ് ഓഡിയോ ലിസ്റ്റ് ആൻഡ് അൺഓർഡർ ലിസ്റ്റും ഓഡിയോ ലിസ്റ്റും ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതിൻ്റെ ടാക്സുകളും അതിൻ്റെ ആട്രിബ്യൂട്ട്സും ഡിഫറൻറ്റ് ചെയ്യാം കേട്ടോ. ലിസ്റ്റ് വെക്കാം. അഡ്വാൻറ്റേജ് DBS, കൺട്രോൾ ഡാറ്റ റിഡൻഡൻസി, എഫിഷ്യൻറ്റ് ഡാറ്റ ആക്സസ്, ഡാറ്റ കൺസിസ്റ്റൻസി, ഡാറ്റ സെക്യൂരിറ്റി, ഷെയറിംഗ് ഓഫ് ഡാറ്റ, ക്രാഷ് റിക്കവറി, എൻഫോഴ്സ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ് അല്ലേ. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ഒക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ലിസ്റ്റും ചെയ്ത് പഠിച്ചു വെച്ചേക്കുക, എക്സ്പ്ലെയിൻ ചെയ്ത് പഠിച്ചു വെച്ചേക്കുക. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആട്ടോ. മിസ്റ്റർ റൈറ്റ് ഷോർട്ട് ഔട്ട് ടു ഓപ്പറേഷൻ റിലേഷൻ ആൾജിബ്ര. ഇത് രണ്ടും ചോദിക്കും. കാരണം ആ DBMS രണ്ട് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഒറ്റ ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ കേട്ടോ. രണ്ടും ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെലക്ട് ഓപ്പറേഷൻ, പ്രൊജക്റ്റ് ഓപ്പറേഷൻ, യൂണിയൻ ഓപ്പറേഷൻ, ഇന്റർസെക്ഷൻ ഓപ്പറേഷൻ, ദെൻ സെറ്റ് ഡിഫറൻസ്, കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിസ്സാക്കൽ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് എന്താണ് ഈ രണ്ട് ചാപ്റ്റേഴ്സ് ഇത്രയും നമ്മുടെ ചാപ്റ്റേഴ്സുകളിൽ നമുക്ക് നല്ല വെയിറ്റേജ് വരുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുമല്ലോടാ. യെസ്, അപ്പോൾ കാണാം. ബൈ.